ഹലോ കൂട്ടുകാരെ, ഈ പ്രാവശ്യം നമുക്ക് കുറേ ചാമങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചാമങ്ങ ഇങ്ങനെ പറിച്ചു. അപ്പോൾ ഈ പറിച്ച ചാമങ്ങ ഇച്ചിരി ജ്യൂസാക്കിയിട്ട് കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ജ്യൂസ് അടിക്കണമെന്ന് വെച്ചാൽ, ചാമങ്ങ വൃത്തിയായി കഴുകണം. അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മളിത് മിക്സിയിൽ കട്ട് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് നാരങ്ങ ഉള്ളവർ നാരങ്ങയുടെ ചെറിയ ചേർക്കാം, അല്ലാത്തവർ ഒരു ഇലയായാലും മതി. അപ്പോൾ നാരങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പിടണം. അതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചി വേണമെങ്കിൽ ഇടാവുന്നതാണ്, ഓപ്ഷനാണ്, നിർബന്ധമല്ല. അപ്പോൾ അങ്ങനെ ഇട്ട് നമ്മളത് ജ്യൂസാക്കിയിട്ട് കുടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ നല്ല സാധനമാണ്. പിന്നെ ദാഹം ഒക്കെ കുറയും. ദാഹം കൂടുതലുള്ളവർക്ക് ദാഹമൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത്, ഉള്ളവർ ട്രൈ ചെയ്ത് നോക്ക്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചാമങ്ങ ജ്യൂസ് ഇടാൻ പോകണം. നിങ്ങളും ഉള്ളവർക്കൊക്കെ ഇടാം. ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തരണേ. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നാരങ്ങയുടെ ഇല. എനിക്ക് നാരങ്ങ ഇല്ല, അതാണ് ഞാൻ നാരങ്ങയുടെ ഇല ഇടുകയാണ്. പിന്നെ നമ്മൾ ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇടുക. ഇതിൽ കുരു ഇല്ല, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് അതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സി ജാറിൽ, ഇത് ജ്യൂസ് മേക്കറല്ല, മിക്സിയുടെ ഒരു ജാറാണ്. അപ്പോൾ മിക്സിയും ജ്യൂസ് മേക്കർ ഉള്ളവർ ഇങ്ങനെ ആക്കാം, അല്ലാത്തവർ ഇങ്ങനെ ആക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒരു ചെറിയ പുളിയുണ്ട്, നമ്മുടെ ലെമൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഇഞ്ചിയുടെ ഒരു ചെറിയ ചുവയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.